ഹലോ ഹായ്, ഞാൻ ഇന്ന് മന്തി വെക്കണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനൊരു കിലോ ബീഫാണ് എടുത്തത്. ബീഫ് ചെറിയ കഷ്ണമായി പോയിട്ട് വലിയ കഷ്ണമാക്കി മുറിക്കണം. നിങ്ങൾ എടുക്കുമ്പോൾ 1 കിലോ റൈസ് ഇത് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയിടണം. പിന്നെ ആവശ്യമായിട്ടത് മാഗി ക്യൂബ്സ് 2 വേണം, മല്ലിയില, ഒരു സവാള, ക്യാപ്സിക്കം, 2 നാരങ്ങ, പിന്നെ പട്ട, ഗ്രാമ്പ്, ഏലക്ക, കുരുമുളക്, മല്ലി, ഏലക്ക, നല്ല ജീരകം. പിന്നെ ആവശ്യമായിട്ട് വേണ്ടത് മന്തി മസാലയാണ്. ഇതാണ് കേട്ടോ, നല്ല മസാലയാണിത്. ഇതെല്ലാം കൂടെ ഇനി പിന്നെ വേണ്ടത് സൺഫ്ലവർ ഓയിൽ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കണം. ഈ ചിക്കനിൽ പുരട്ടി വെക്കണം. ചിക്കനിൽ പുരട്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ മാഗി ക്യൂബ്സ് ഇട്ട് കൊടുക്കണം. പിന്നെ ചെറുനാരങ്ങ നീരൊരെണ്ണം പിഴിഞ്ഞ് വയ്ക്കണം. പിന്നെ ഇതിൻ്റെ ഒപ്പം വെള്ളം, ക്യാപ്സിക്കം, സവാള, മല്ലിയില, പുതിനയൊക്കെ കുറച്ച് മതി കേട്ടോ, ഓവറായിട്ട് ഇടരുത്. കാരണം ഇത് മന്തിയല്ലേ, ഇതിൽ ഇത്രയും മതി. പിന്നെ വേണ്ടത് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഇതെല്ലാം ഇട്ട് കൊടുക്കാം. മുഴുവൻ മല്ലി ഇടാൻ ശ്രദ്ധിക്കണം കേട്ടോ, കാരണം മുഴുവൻ മല്ലിയൊക്കെ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി വേണ്ടത് മന്തി മസാല ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഇതിൽ ഉപ്പ് കുറച്ചിട്ട് കൊടുക്കണം, കാരണം മാഗി ക്യൂബ്സ് ഇട്ടേക്കണം. കാരണം അതിൽ ഉപ്പുള്ളത് കൊണ്ടിട്ട് കുറച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ കൈ വെച്ച് നല്ലപോലെ മിക്സ് ചെയ്യാം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് 1 മണിക്കൂർ ഇങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ 1 മണിക്കൂർ കൊണ്ടിട്ട് നമുക്ക് അരിയും കുതിർന്ന് കിട്ടും വെള്ളത്തിലിടുമ്പോൾ. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്ത് നമുക്ക് വെക്കാം. അപ്പോൾ ദേ ഇതുപോലെ തട്ടിപ്പൊത്തി ഇങ്ങനെ 1 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ അതേ ചിക്കൻ ഞാൻ കുക്കറിലിട്ടൊരു 2 വിസിലിന് എടുക്കാം കേട്ടോ. നമുക്ക് ഇങ്ങനെ നിരത്തിയിടാം. പിന്നെ ഇതിലേക്ക് ഞാൻ നേരത്തെ ഇടാൻ മറന്നുപോയതാണ്. ഇത് കുഴച്ച് വെക്കുമ്പോൾ 1 ടീസ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റാണിത്. ഇതിട്ട് കൊടുത്തത്. ഇത് നമുക്ക് കുക്കറിലിട്ട് ഒരു 2 വിസിലിനെ നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ ബീഫ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള സാധനങ്ങൾ ഒരു സവാള ഇതൊക്കെ ചേർത്തിട്ടുണ്ട്, ക്യാപ്സിക്കം ചേർത്തിട്ടുണ്ട്. പിന്നെ ബീഫ് വെന്ത് കഴിഞ്ഞതിന് ശേഷം ചേർക്കേണ്ട സാധനങ്ങൾ 2 സവാള, 1 തക്കാളി, മല്ലിയില, 4 പച്ചമുളക്, 1 ക്യാപ്സിക്കം. ഞാൻ അപ്പോൾ ഇത് 2 വിസിലിന് ഞാൻ ഓഫ് ചെയ്തിട്ട് 2 വിസിലടിച്ചപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് സ്റ്റോക്ക് ഞാൻ എടുക്കാൻ പോലെയാണ്. ഇതിൽ നിന്ന് കുറച്ച് സ്റ്റോക്ക് ഞാൻ എടുത്ത് മാറ്റണം. ഇത് ആവശ്യമുണ്ട് നമുക്ക്. ഇന്ന് ഒരു കപ്പോളം ഉണ്ട് ഈ സ്റ്റോക്ക്. പിന്നെ ഞാൻ ഒന്നും കൂടെ ഇറച്ചി വെന്തിട്ടില്ല. പിന്നെ ഇറച്ചി വേകാനായിട്ട് ഞാൻ ഇനിയും ഒരു 3 വിസിലിനിടുന്നുണ്ട്. അപ്പോൾ അതേ ഇവിടെ ബീഫ് വേകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊരു മസാല ഉണ്ടാക്കണം. അതിനുവേണ്ടി ഞാൻ നേരത്തെ കാണിച്ച ഇതൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായി. അതിട്ട് കൊടുക്കും. ഇതിനകത്ത് ഞാനിപ്പോൾ 1 കപ്പ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. ഓയിൽ നല്ലോണം ഒഴിക്കണം കേട്ടോ. ഓയിൽ കുറച്ച് ഒഴിക്കരുത്, അത്യാവശ്യം ഒഴിക്കണം. ഓയിലാണ് ഇതിന് മെയിൻ വേണ്ടത്. അപ്പോൾ അതേ ഇതെല്ലാം ഇട്ടുണ്ട്. സവാള ഒന്ന് വഴഞ്ഞിട്ട്, അപ്പോൾ സവാള ഇവിടെ നല്ലപോലെ വാടി വന്നിട്ട് അപ്പോൾ അതേ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1.5 സ്പൂൺ ഉണ്ട് കേട്ടോ ഒഴിച്ചെടുക്കാം. അത് ഇട്ട് ഇതൊന്ന് നല്ലപോലെ വാഴട്ടെ. അപ്പം ഞാൻ ദേ കുക്കർ തുറക്കാൻ വേണ്ടി കേട്ടോ 3 വിസിലല്ല 4 വിസിലെടുത്ത് ഞാൻ. വെള്ളമൊക്കെ അതിലെ വറ്റി ബീഫൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇപ്പം ഈ ബീഫിനെടുത്ത് ഞാൻ ഇതിലേക്ക് ഈ സവാള വഴറ്റി വെച്ചേക്കണം. അതായത് ഞാൻ മൂലയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഇത് ഒരു വലിയ പീസാണ് വേണ്ടത്. ഇത് ചെറിയ പീസായിട്ട് മുറിച്ച് കൊണ്ടുവന്നത്. അല്ലെങ്കിൽ ഒരു കിലോന് ഒരു 8 പീസൊക്കെ ആക്കിയിട്ട് 8 പീസൊക്കെ ആക്കിയാൽ മതി. കാരണം ഇത് ചെറിയ പീസായിട്ട് വരും. ജസ്റ്റ് ഒന്ന് ഇതിൽ വലുതായിട്ട് ഫ്രൈ ആകണ്ട, എന്നാലും ഒന്ന് താളോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ സവാളയൊക്കെ ഒതുക്കി വെച്ചേക്കണേണ് കാണിച്ചു കൊടുക്കാം.
ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ അതേ ഇത് ഒരുവിധം ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കണ്ട. അപ്പോൾ ഇത് ഇവിടെ കിടന്ന സവാള ഇങ്ങനെ മൂക്കുമ്പോൾ ഉണ്ടല്ലോ വിചാരിക്കും എന്താണ് ഇങ്ങനെ ചെയ്യണമെന്ന്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതേ അതിൻ്റെ ഒപ്പം തന്നെ ഞാനിപ്പോൾ ഇനിയിപ്പോൾ അരിഞ്ഞ് വെച്ചേക്കണം തക്കാളി, പച്ചമുളക്, ക്യാപ്സിക്കം, മല്ലിയില. ഇനി ഇടാൻ പോണത് കുരുമുളക് പൊടി. വേറൊരു മസാല ഇതിലിടരുത് കേട്ടോ. കുരുമുളക് പൊടി ഒരു 1.25 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്ത് കുറച്ച് ഗ്രേവി ഉണ്ടായിരുന്നു. ഗ്രേവിയൊക്കെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ മന്തി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇതൊക്കെ ഒരേ ടിപ്പുകളാണ്. ഇങ്ങനെയൊക്കെ നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. പിന്നെ മന്തി മസാല കുറച്ചും കൂടെ നമ്മൾ വേവിക്കാൻ നേരത്തെ ഇട്ടേണം. ഇനി കുറച്ചും കൂടി ഇട്ട് കൊടുക്കുക. 1 സ്പൂണോളം ഇട്ട് കൊടുക്കുക. അതും കൂടി ഇട്ടിട്ട് ഇപ്പം തന്നെ ഇത് ഇങ്ങനെ ഇതിൻ്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട്. ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റെ. അത് ഇതൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സ്റ്റോക്ക് ഉണ്ടല്ലോ ഇതിന് കുറച്ച് ഒഴിച്ച് കൊടുക്കും. ഇതിപ്പോൾ ചോറിൻ്റെ കൂടെ അല്ല കേട്ടോ, മന്തിയല്ല. ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. ഇതൊന്ന് കുറച്ചൊന്ന് വറ്റി വരട്ടെ, ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ അതായത് ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ ഞാനിത് അരി പുഴുങ്ങാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വെക്കാം. ഇവിടെ നല്ല മഴയാണ്. നല്ല മഴയത്ത് കിച്ചണിൽ നിന്നിട്ട് നല്ല ചൂടുമുണ്ട്. ഇവിടെ വെള്ളം ഞാൻ തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് പട്ട, ഗ്രാമ്പ്, ഒരിത്തിരി നല്ല ജീരകം, ഒരു 7 ഏലക്കയുണ്ട്, കുരുമുളകുണ്ട്. ഇതെല്ലാം കൂടെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലൊരു തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതേ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഞാൻ അരി ഊറ്റി വെച്ചേക്കണേ. അരി വേകട്ടെ. അപ്പോൾ അതേ ചോറ് ഒരുവിധം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതേ ഞാനൊരു ചെറുനാരങ്ങ, ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ളൊരു ചെറുനാരങ്ങ 8 പീസാക്കിയിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ ചോറ് ഇവിടെ ആയിട്ടുണ്ട്. ഞാൻ കോരി എടുക്കുന്നു. അപ്പോൾ ഞാൻ ദം ചെയ്യാൻ പോലെയാണ് ചോറ് ഇട്ട് കൊടുക്കുന്നതാണ്. ഇതെപ്പോഴും ചൂടോടുകൂടി തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. തണുത്ത് കഴിഞ്ഞിട്ട് ഇടണം. അടപ്പിൽ നിന്ന് കോരി എടുക്കണ പരുവത്തിൽ തന്നെ ഇടണം. അപ്പോൾ അത് എല്ലാ റൈസും ഞാൻ ഇട്ട് കൊടുത്ത് നിന്നത് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് പണിയും കൂടെ ഉണ്ട്. കാണിക്കട്ടെ. നമ്മൾ നേരത്തെ സ്റ്റോക്ക് ഇച്ചിരി മാറ്റി വെച്ചിട്ടുണ്ടായില്ലേ, അത് കുറച്ച് പിന്നെ നമുക്ക് ആവശ്യം ഫുഡ് കളറാണ്. ഇതൊക്കെ ഒരു സൈഡിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ചുറ്റിനും ഒഴിക്കരുത്. മഞ്ഞയാണ്, ഇത് റെഡ്. പിന്നെ ആവശ്യമായിട്ടത് പച്ചമുളക് കുത്തി വെക്കണം. ഇപ്പം ഞാൻ തീ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. തീ കത്തിച്ച് വെച്ചിരിക്കണതാണ്, കുറച്ച് വെച്ചേക്കണതാണ്. ഇതേ പച്ചമുളകൊക്കെ വെച്ച് ഇനി ലാസ്റ്റാണിത്. ചാർക്കോൾ കത്തിച്ച് അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് ആ പുക വരും. ആ പുക വരുമ്പോൾ തന്നെ മൂടണം കേട്ടോ. ഇതിങ്ങനെ 10 മിനിറ്റ് ഇരിക്കട്ടെ, ചെറിയ തീയിലിരിക്കട്ടെ.
അപ്പോൾ അതേ 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ സ്റ്റൗവൊക്കെ ഓഫ് ചെയ്ത് ഇനി ഇതൊക്കെ അങ്ങോട്ട് എടുത്ത് മാറ്റാം. അപ്പം തന്നെ ഒരു സ്മെല്ലുണ്ട് കേട്ടോ, നല്ല അടിപൊളി സ്മെല്ലാണ്. ഇറച്ചിയൊക്കെയുള്ള പീസ് അപ്പം ഇത് ടേസ്റ്റ് ചെയ്യാൻ പോണത് എൻ്റെ സയാൻ ബേബിയാണ് കേട്ടാ. എൻ്റെ സയാൻ പറയട്ടെ ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ടോ? അപ്പം ഒന്ന് പറഞ്ഞേ. ഹലോ ഗൈസ്. നല്ല